നമ്മൾ പലപ്പോഴും വെറുതെ ഇരുന്നുകൊണ്ടിങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്ന നമുക്ക് പ്രിയപ്പെട്ട മറ്റു സുഹൃത്തുക്കളുടെ ഫീഡുകളിലൂടെ കയറി ഇറങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ലിങ്ക്ഡിൻ ആയാലും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളോട് കൂടെ പഠിച്ചൊരു സുഹൃത്തിന് വായിൽ കൊള്ളാൻ കഴിയാത്തത്രയും വലിയൊരു കമ്പനിയിൽ ഒരു പ്രത്യേകതരം ജോലി കിട്ടുന്നു. വളരെ വലിയ സാലറി കിട്ടുന്ന ഒരു ജോലിയായിരുന്നു അത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അടുത്തൊരു സുഹൃത്ത്, നമ്മളൊക്കെ പണ്ട് യാത്ര പോയിരുന്ന കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വേറൊരു യാത്ര പോകുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാൾ പുതിയൊരു വീട് വാങ്ങിക്കുകയും അതിൻ്റെ താക്കോൽ ദാന ചടങ്ങിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നിച്ചിരുന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുമ്പോൾ ഞാൻ നിന്നെ മിസ് ചെയ്യുമല്ലോടാ എന്ന് പറഞ്ഞിരുന്നൊരു സുഹൃത്തിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട കല്യാണ ഫോട്ടോകൾ, സേവ് ദ ഡേറ്റ്, നിശ്ചയം, ഇതുപോലെയുള്ള പല കാര്യങ്ങളും അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്ന് പഠിച്ചു വരുന്നൊരു സമയത്തിലായിരിക്കണം. അതുമല്ലെങ്കിൽ ഈ മാസത്തെയും വാടക എങ്ങനെ കൊടുത്തു തീർക്കും എന്നാലോചിച്ച് പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളും ക്വാളിറ്റിയും അവരെങ്ങനെ പുറത്ത് കാണിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഞാൻ സ്വപ്നം കണ്ടതാണെന്നും താൻ മാത്രം ഇത്രയും സഫർ ചെയ്യുന്നൊരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നു, പക്ഷേ ബാക്കിയുള്ളവർ അവരുടെ ഡ്രീം ലൈഫ് കൊണ്ടുപോകുന്നു എന്നൊരു ധാരണ നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ ഒരു ധാരണ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ബിഹൈൻഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ നമ്മൾ പുറകിലായിപ്പോയി അല്ലെങ്കിൽ തനിക്ക് മാത്രം വിധി എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നതിലേക്കാണ്. പക്ഷേ ആർക്കു പിന്നിൽ, എന്തിനു പിന്നിൽ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ പുറകിലോട്ടായിപ്പോയി എന്ന് വിചാരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്. അതിൽ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടും. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഔട്ട് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു കാര്യമില്ല. പലപ്പോഴും കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവുകോലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതം തൊട്ട അയൽക്കാരൻ്റെ ജീവിതമായിട്ടോ നമ്മുടെ ബന്ധുവിൻ്റെ ജീവിതത്തെക്കാളോ ബെറ്റർ ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഒരുപാട് പണം ഉണ്ടാക്കണം, വലിയ കാറ് വാങ്ങണം, വലിയ വീട് വയ്ക്കണം, ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോകണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്നും ബാക്കിയുള്ളവരുടെ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാം. ഞാനും സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും പങ്കുവയ്ക്കാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായൊരു സാഹചര്യത്തിലാണ് ഞാനതൊക്കെ പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തപ്പോൾ, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി മൂഡ് ഓക്കെ അല്ലാത്തപ്പോൾ ഞാനിതൊന്നും ചെയ്യാറില്ല. അതേസമയം അത്യാവശ്യം നല്ല സമാധാനമുള്ളപ്പോൾ, നല്ല ഉറക്കം കിട്ടുമ്പോൾ, സന്തോഷമുള്ളപ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ ആരും എപ്പോഴും ജീവിതത്തിൻ്റെ 100% ഹാപ്പിനെസ്സിലൂടെ കടന്നു പോകുന്നില്ല. ജീവിതം അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞാലും അയാളുടെ ജീവിതത്തിൽ അയാളെ പിന്നോട്ട് വലിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, നരകിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ ഒരു ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കയറ്റിറങ്ങൾക്കിടയിലാണ് നമ്മളൊരു ബാലൻസ് കണ്ടെത്തുന്നത്. നമ്മളൊരു കാര്യത്തിൽ സന്തോഷവാനായിരിക്കുന്നു അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആ സമയം ഏറ്റവും സന്തോഷമുള്ളതാണ് എന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ തന്നെ ജീവിതത്തിലെ മറ്റൊരു ദുരിതപൂർണമായ സാഹചര്യം അല്ലെങ്കിൽ മടുപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അങ്ങനെ എപ്പോഴും ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരുന്നാൽ എന്താണ് ഹാപ്പിനെസ് എന്ന് അറിയാൻ വയ്യാതെ വരും. സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളുടെയും ഫോട്ടോകളുടെയും ഒക്കെ താരതമ്യത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ് മാത്രമേ അയാൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കൂ. ദാറ്റ് ഈസ് എ പോളിഷ്ഡ് വെർഷൻ ഓഫ് ദംസെൽസ്. നമ്മളൊരു സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം ട്രെയിലറിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ രംഗങ്ങളും കോമഡികളും മാത്രമേ സിനിമയിലുള്ളൂ എന്നും സിനിമയിൽ ദുഃഖിപ്പിക്കുന്ന, നരകിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല എന്ന് ട്രെയിലർ കണ്ട് സിനിമയെ വിലയിരുത്തുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ അപ്ഡേറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. സിനിമാ നടന്മാർ, രാഷ്ട്രീയക്കാർ, സ്പോർട്സിൽ തിളങ്ങിയവർ, മറ്റ് പല ഫീൽഡിൽ നിൽക്കുന്നവരും ഒരുപാട് പണമുണ്ട്, ഫെയിമുണ്ട് എന്നൊക്കെ നമ്മൾ കാണുമ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ബിഹൈൻഡ് ദ ലൈഫിൽ ഡിപ്രഷൻ, ഒറ്റപ്പെടൽ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, അവസരമില്ലായ്മ, നല്ല ഫോം കിട്ടാതിരിക്കുക, കുടുംബ പ്രശ്നങ്ങൾ, ഇതിലധികം ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളുടെ വേറൊരു സ്പെക്ട്രത്തിൽ പെടുന്ന കാര്യങ്ങൾ അവരെയും ബാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഈ പബ്ലിസിറ്റിയും പണവും പ്രശസ്തിയും എല്ലാം വരിക. പക്ഷെ അവരെപ്പോഴും ഒരു ബ്രാൻഡിങ്ങിലായിരിക്കും. നമ്മുടെ ബ്രെയിൻ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്താൻ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് പിന്നിൽ തപ്പിപ്പോയി കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമായി പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്ന ബ്രെയിനിൻ്റെ ന്യൂറൽ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഹാർഡ്വെയറിംഗ് ആണ് കാണാൻ കഴിയുക. നമ്മുടെ ശരീരം പണ്ടുള്ള ഗുഹാമനുഷ്യരുടെ ജീവിതശൈലിയിൽ നിന്നോ കൃഷി ചെയ്തിരുന്ന മനുഷ്യരുടെ ജീവിതശൈലിയിൽ നിന്നോ അധികം ഇവോൾവ് ആയിട്ടില്ല.
നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതം കടന്നു വരുന്നത് കൃഷിയിലൂടെ ആയിരുന്നു എന്നൊരു സാഹചര്യമുണ്ട് പൂർണ്ണമായിട്ടും. അതുകൊണ്ട് തന്നെ തൊട്ട അയൽവക്കക്കാരൻ്റെ ഗോതമ്പ് കൃഷിയും അല്ലെങ്കിൽ തൊട്ട അയൽവക്കക്കാരൻ്റെ നെൽകൃഷിയും നമ്മുടെ നെൽകൃഷിയും തമ്മിൽ താരതമ്യപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിളവ് കുറയുകയും തൊട്ടപ്പുറത്തുള്ളതിന് വിളവ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുകൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയും താൻ ചെയ്ത തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ളൊരു കമ്പാരിസൺ സ്വഭാവമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവോൾവ് ചെയ്ത് വന്നത്. നമ്മുടെ തന്നെ സ്പീഷീസിൽപ്പെട്ട മറ്റൊരു ജീവിയുടെ സ്വഭാവ ജീവിത രീതികൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ത്വര. കാരണം നല്ല വിളവ് കിട്ടുന്ന സമയത്ത് ചുറ്റുപാടുമുള്ളവർക്ക് നല്ല രീതിയിൽ അരി കിട്ടുകയും എൻ്റെ അരി കുറയുകയും ചെയ്താൽ തണുപ്പ് കാലത്ത് ആഹാരമില്ലാതെ വരുമ്പോൾ എൻ്റെ കുടുംബം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്നൊരു എവല്യൂഷണറി പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയമാണ് കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് മാറാനും ജീവിതത്തിൽ ബാക്കിയുള്ളവരെ താരതമ്യപ്പെടുത്തി നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുമുള്ളൊരു മെത്തേഡായിട്ട് വളർന്നു വന്നത്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചു, നമ്മൾ ജനാധിപത്യപരമായിട്ട് ജീവിക്കാനും പുരോഗമനപരമായിട്ട് ചിന്തിക്കാനും തുടങ്ങിയെങ്കിലും നമ്മുടെ ഉള്ളിലെ ആ ഹാർഡ്വെയർ ഇപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് 24/7 അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും അതിനകത്തുള്ള കമ്പാരിസൺസും എല്ലാം നമ്മളെ വളരെയധികം ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. 2018 പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മെലിസ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഗവേഷക നടത്തിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് വരുന്ന പലരുടെ ജീവിത സാഹചര്യങ്ങളുടെയും പോസ്റ്റുകളുമായിട്ടുള്ള സ്വന്തം ജീവിതത്തിൻ്റെ കമ്പാരിസൺ ആളുകളുടെ മാനസികാരോഗ്യത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊരു പഠനത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു കേസ് സ്റ്റഡി തന്നെയാണ്. ഈ വീഡിയോ ഉണ്ടാക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുമ്പ് സ്ക്രോൾ ചെയ്ത റീൽസ് കണ്ട പല കാര്യങ്ങളും ഞാൻ നഷ്ടപ്പെട്ടതാണല്ലോ എന്ന് ആലോചിച്ച് സഹതപിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ കറങ്ങാൻ പോവുക, അടിച്ചു പൊളിക്കുക, ബന്ധുക്കളുമൊത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പണം സമ്പാദിക്കുക, പുതിയ കാറ് വാങ്ങിക്കുക, ഇതിലെല്ലാ കാര്യവും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പക്ഷേ ഒരാൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നു, വേറൊരാൾ വേറൊരു കാര്യം അച്ചീവ് ചെയ്യുന്നു. സത്യത്തിൽ ഇത് രണ്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ വിഷമിക്കുന്നത്. സോ ഒരു കാറ് വാങ്ങിച്ച വ്യക്തിയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അവന് നല്ലൊരു ഫ്ലാറ്റ് ഇല്ല അല്ലെങ്കിൽ നല്ലൊരു വീടില്ല എന്നുള്ളതായിരിക്കും. നല്ലൊരു വീട് ഉള്ളവൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അവന് കല്യാണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും. സോ ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ അളവുകോൽ. കല്യാണം കഴിക്കുന്നതോ കാറ് വാങ്ങുന്നതോ വീട് വയ്ക്കുന്നതോ ഒന്നും ജീവിതത്തിൻ്റെ അളവുകോലുകളല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ കൊള്ളാം എന്നൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഇവോൾവ് ചെയ്തതുകൊണ്ടാണ് ആക്ച്വലി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കിടന്ന് കറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു കളിയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് ജീവിതത്തിൽ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ചില സ്ട്രിക്റ്റ് ടൈം ലൈനുകളുടെ ഒരു നിരയാണ്. പലപ്പോഴും കേട്ടു മറന്ന അല്ലെങ്കിൽ മടുത്തൊരു കാര്യമാണ്. അതായത് 22ാമത്തെ വയസ്സിൽ നിൻ്റെ പഠനം കഴിഞ്ഞിരിക്കണം, 25 വയസ്സിന് മുമ്പ് ഒരു ജോലി സെറ്റാക്കാൻ ശ്രമിക്കണം, 28നോ 30നോ മുമ്പ് കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ചെക്കനെ കിട്ടില്ല, 30-35 വയസ്സിനിടയിൽ സ്വന്തമായി പുരയിടം വാങ്ങിച്ചൊരു വീട് വയ്ക്കാനുള്ള ഏത് സാഹചര്യത്തിലൂടെയും നിങ്ങൾ കടന്നുപോയി അത് അച്ചീവ് ചെയ്തിരിക്കണം. പക്ഷേ ഇൻബിൽട്ടായിട്ട് ഇതിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. 22 വയസ്സ് കഴിഞ്ഞ് PG ജേർണലിസം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. 24ാമത്തെ വയസ്സിൽ കാര്യവട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഞാൻ ജേർണലിസം പൂർത്തിയാക്കി. അതിനു മുമ്പ് MSc ഫിസിക്സ് എടുക്കാനുള്ളൊരു ശ്രമവും നടത്തിയിരുന്നു. അതിനുശേഷം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാകുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം PSc കോച്ചിങ്ങിന് പോകുന്നു, ചിലർക്ക് ജോലി കിട്ടുന്നു, ചിലർ കല്യാണം കഴിക്കുന്നു, ചിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും ഇനി പഠിക്കാൻ പോയാൽ അത് മോശമല്ലേ, ഞാനൊരു ഓവർ ഏജ്ഡ് ആയിട്ടുള്ള ആളല്ലേ എന്നൊരു തോട്ടാണ്. അതുകൊണ്ട് പലപ്പോഴും തുടങ്ങി വെച്ച പല കോഴ്സുകളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി നിർത്തുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 25 വയസ്സിന് മുമ്പ് ജോലി നേടാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഉണ്ട്. ചിലർ PSc നോക്കുന്നു, ചിലർ SSC നോക്കുന്നു, ചിലർ ബാങ്ക് നോക്കുന്നു. പക്ഷേ ഞാൻ ഏകദേശം SSCയും PSCയും ഒക്കെ എഴുതിയിട്ട് 3 വർഷത്തിലധികമായി. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സുകളും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേഷൻസും അതുപോലെ തന്നെ പഠനവും ഓരോ മേഖലയും ഞാൻ തന്നെ നടത്തുന്ന റിസർച്ചുകളും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളോടും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും അളിയ, ഗതികേട് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് PSC ബുക്കും പൊക്കി പിടിച്ചിരുന്ന് ഓണാഘോഷത്തിന് പോലും പുറത്തിറങ്ങാത്ത രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ജോലി കിട്ടാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. സർക്കാർ ജോലിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ സർക്കാർ ജോലി മാത്രമാണ് ജീവിതം സെറ്റിലാവാനുള്ള ഒരേ ഒരു മാർഗം എന്ന് വാദിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ അങ്ങനെയല്ല എന്ന് പറയുന്നതും ഒരു വിപ്ലവമാണ്.
25-ാമത്തെ വയസ്സ് മുതൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പണം കണ്ടെത്തി പൊട്ടി വീണ്ടും ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇറങ്ങി തിരിച്ച് സ്വന്തം നിലയിൽ ബിസിനസ് നടത്തുകയോ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ കയറി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ചെയ്ത് നല്ല സാലറി വാങ്ങിക്കുന്നതോ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതിനിപ്പോൾ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെൻഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ജോലി കിട്ടുമല്ലോ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സിനാരിയോയിൽ സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ്. ജീവിതത്തെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണേണ്ടതല്ല. നല്ല രീതിയിൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു നെസസിറ്റി തന്നെയാണ്. പക്ഷേ ചിലർക്ക് സിമ്പിൾ ലൈഫായിരിക്കും ഇഷ്ടം. ചില ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം മുഴുവൻ സന്തോഷകരമായിട്ട് കൊണ്ടുപോകുന്ന എത്രയോ വ്യക്തികളുണ്ട്. സോ ടൈം ലൈന് ബ്രേക്ക് ചെയ്യുക. 30 വയസ്സിന് ശേഷം പെണ്ണ് കിട്ടില്ല, അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷം ചെറുക്കനെ കിട്ടില്ല എന്നൊക്കെ സമൂഹം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാകാം, കാരണം സമൂഹം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ടാബ് മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ആളുകൾ പരസ്പരം കണക്ട് ചെയ്യാനും ജീവിതത്തിൻ്റെ ലേറ്റാണെന്ന് സമൂഹം പറയുന്ന ഘട്ടങ്ങളിൽ പോലും സുസ്ഥിരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനും കഴിയുന്ന രീതിയിൽ മനസ്സ് കൊണ്ടുവരാൻ പറ്റട്ടെ. 50-ാമത്തെ വയസ്സിൽ വീടുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ വീടില്ലാതൊരു വാടക വീട്ടിൽ ജീവിച്ചാൽ എന്താ പ്രശ്നം? വീടെന്ന് പറയുന്ന ചിലരുടെ സ്വപ്നമാണ്, സർക്കാർ ജോലി ചിലരുടെ സ്വപ്നമാണ്. 30 ദിവസം കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് ആര് കൊണ്ടുതരും, അല്ലെങ്കിൽ ആണിനെ എങ്ങനെ കിട്ടും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സമൂഹം ഇങ്ങനെ ഒരു രീതിയിൽ മാറിയതുകൊണ്ടാണ്. നമ്മൾ ബിഹൈൻഡ് ഇൻ ലൈഫ് എന്ന് ചിന്തിക്കാനുള്ള കാരണവും സമൂഹം ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇതിനകത്ത് കിടന്നിട്ട് നമ്മൾ പ്രോബ്ലംസ് ഉണ്ട് എന്ന് വീണ്ടും സ്റ്റേറ്റ് ചെയ്യലല്ല, അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കലാണ് സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ പറയും. സത്യത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്തും പഠിച്ചും പരീക്ഷിച്ചും കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും കോമൺ ആയിട്ട് ഓടിയെത്തുന്ന ഒരു കോമൺ പോയിൻറ്റോ ഒരു ഗോളോ ഒന്നും സത്യത്തിൽ ലൈഫിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ ലൈഫ് ഡിഫൈൻ ചെയ്യുന്നത് ആ രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കുക. 60% നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ജീവിതം പോകില്ലായിരിക്കും, പക്ഷേ ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ജീവിതം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ദിവസം നിങ്ങൾക്ക് കറങ്ങാൻ പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾ കറങ്ങാൻ പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, സിനിമയ്ക്ക് പോവുക. ജോലി തിരക്കുകളുണ്ട്, പലപ്പോഴും പല സുഹൃത്തുക്കളും കറങ്ങാനും സിനിമയ്ക്കും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങും പോകാതിരിക്കുമായിരുന്നു, പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കാതിരിക്കും. പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ പങ്കെടുക്കാതിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യവും അധികമായിട്ട് ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ലല്ലോ, ആ ഫംഗ്ഷനും പോയില്ലല്ലോ എന്ന് വിഷമിച്ച് വൈകുന്നേരം വെറുതെ ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മെൻറ്ററുണ്ട്. അദ്ദേഹവുമായിട്ട് ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ പറ്റിയിരിക്കുമ്പോൾ പോലും ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു പ്രോബ്ലം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് നമ്മളാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ പ്രായമായി കഴിഞ്ഞാലും നമ്മൾ കണ്ടെത്തിയ അർത്ഥത്തിനടുത്തെത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പോക്കാണ്. ആ പോക്കിനിടയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ കാര്യങ്ങൾ പ്രോബ്ലം ഇല്ലാതെ കൊണ്ടുപോവുക. കോമൺലി വലിയ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം ഇത്തരം ടാബൂസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിവയൊക്കെയാണ് സത്യത്തിൽ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ജീവിതം ഒരു ഓട്ട മത്സരമൊന്നുമല്ല. സോ ഈ വീഡിയോ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും പല വീഡിയോസുകളും എൻ്റെ ജീവിതവും ഒക്കെ തന്നെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരിക്കുക ജീവിതത്തിൽ. നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടോ അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ നമ്മളെ വളർത്തിയത് നല്ലൊരു വീട്ടിലാണ് എങ്കിൽ അതെങ്ങനെയുള്ളൊരു വീടാണെങ്കിലും അതൊരു നന്ദി നമ്മൾ കാണിക്കേണ്ട ഒരു കേസാണ്. നമുക്ക് മനസ്സിൽ അതിനെക്കുറിച്ചൊരു സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി ഉണ്ടായിരിക്കണം. അല്ലാതെ വലിയ മാളിക വീട്ടിൽ ജനിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല. നമ്മളെക്കാൾ ഏറെ ഒരുപാട് ശതമാനം ആളുകൾ ഇത്രയും സാഹചര്യങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റിയതിനോട് നന്ദിയുള്ളവരായിരിക്കുക. ചെറിയ വിജയങ്ങളിൽ പോലും വലിയ തോതിൽ ആഹ്ലാദിക്കാൻ ശ്രമിക്കുക. അഹങ്കരിക്കാനല്ല, ആഹ്ലാദിക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു യൂട്യൂബ് വീഡിയോയിൽ ഈ ഒരു വീഡിയോയ്ക്ക് 10,000 വ്യൂസ് കിട്ടിയാൽ പോലും എനിക്കത് വൈറലായ ഒരു ഫീലാണ്. പലപ്പോഴും ഈ ചാനൽ അത്രയും കിട്ടാറില്ല. ഇപ്പോൾ JR സ്റ്റുഡിയോ ജിതിൻ രാജ് എന്ന് പറയുന്ന മറ്റ് 2 ചാനലുകൾ, സയൻസും ബിസിനസ് കേസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്യുന്ന 2 ചാനലുകളും ആക്ച്വലി എനിക്ക് തരുന്ന ഡോപ്പമിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതേസമയം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്രയും റീച്ച് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോഴും അതിനകത്തിരുന്ന ഷോർട്സിന് അതൊരു 10,000 പേര് കണ്ടാലും ഞാൻ സന്തോഷിക്കാറുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ വന്നിട്ട് എന്നോട് ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതേസമയം നമ്മൾ വളരെ സംഭവമാണ്, പ്രമുഖനാണ്, ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ് എന്ന് സ്വയം തോന്നി തുടങ്ങിയാൽ ആക്ച്വലി അത് ആഘോഷിക്കലല്ല, അത് അഹങ്കരിക്കലാണ്. പിന്നീട് നമുക്ക് നമ്മുടെ കാര്യത്തിൽ അത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചിന്ത മൊത്തവും ഈ ഒരു പബ്ലിസിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും പബ്ലിക് സ്റ്റണ്ടും നമ്മൾ ഒരുപാട് പേർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. 3-ാമത്തെ കാര്യമാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. ഈ ഡിജിറ്റൽ ഡീറ്റോക്സിന് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായ എൻ്റെ ഒരു
ചലഞ്ച് വീഡിയോ ഞാൻ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന അക്കൗണ്ടുകൾ നിങ്ങൾ അൺഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ ആരായാലും നിങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അക്കൗണ്ടുകളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണണ്ട. ആര് നമ്മളെ ടാർഗറ്റ് ചെയ്തായിരിക്കില്ല പോസ്റ്റ് ഇടുന്നത്. ഒരു കോമൺ ഓഡിയൻസ്, ഒരു കോമൺ തിങ്കിങ് ഉള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കും കോണ്ടൻറ്റ് ഇടുന്നത്. പക്ഷെ നമ്മളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിജിറ്റൽ ഡീറ്റോക്സ്, അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഷുഗർ ഡീറ്റോക്സ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുക, നല്ല യാത്രകൾ ചെയ്യുക, സമയം ആസ്വദിക്കുക. ഒന്നും എവിടെയും കാത്തു വെച്ചിട്ടില്ല എന്നുള്ളതുപോലെ തന്നെ എവിടെയും നമ്മൾ ഓടിച്ചെന്നെത്തേണ്ട സാഹചര്യം നിലവിൽ ജീവിതത്തിലില്ല. ജോലിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനിടയിലും ജീവിതം വേറൊരു സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ഓട്ടമത്സരം അല്ല എന്നും ഇങ്ങനെയൊക്കെ ജീവിച്ചും പരീക്ഷിച്ചൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടാവുക. എല്ലാവരുടെ ജീവിതവും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോളിഷ് ചെയ്തതും കട്ട് ചെയ്തതും മാത്രമാണ്. ലീനിയർലി നോക്കുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളും സൊല്യൂഷൻസും സങ്കടങ്ങളും ദുഃഖങ്ങളും നഷ്ടബോധങ്ങളും സാമ്പത്തിക നഷ്ടവും മനസ്സമാധാനക്കേടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. സോ നമ്മുടെ ജീവിതം ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അത് നമ്മൾ തന്നെയാണ്, നമ്മൾ മാത്രമാണ് എന്ന് പൂർണ്ണമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നിലാവുക, നഷ്ടപ്പെടലുണ്ടാവുക, അല്ലെങ്കിൽ തനിക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള തോട്ടിനെ ഒരുവിധം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചു. അതാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത ദിവസം കാണാം.